ഹായ് നമസ്കാരം, എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോമൽ തട്ടാലിനെ കുറിച്ചാണ്. അതെ, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി വാഗ്ദാനം, വണ്ടർ കിഡ് എന്നറിയപ്പെട്ടിരുന്ന കോമൽ തട്ടാൽ ഇന്ത്യയിൽ വെച്ച് നടന്ന അണ്ടർ-17 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ കളിക്കാരൻ. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു പോയത്? നിങ്ങൾ ഓർക്കുക, വിനീഷ്യസ് ജൂനിയർ അടങ്ങുന്ന ബ്രസീൽ ടീമിനെതിരെ ഗോളടിച്ചൊരു കളിക്കാരൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീതൽ ഫിനിഷിംഗ് ഉണ്ടായിരുന്ന കളിക്കാരൻ, ഏറ്റവും ടെക്നിക്കലി ആൻഡ് സ്കിൽഫുള്ളായിട്ടുള്ളൊരു കളിക്കാരനായിരുന്നു കോമൽ തട്ടാൽ. എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചു പോയത്? അണ്ടർ-17 വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കളിക്കാരെല്ലാം ഐ ലീഗ് കളിക്കാൻ ഇന്ത്യൻ ആരോസ് എന്ന പ്രോജക്റ്റിൽ ചേർന്നു. എന്നാൽ അദ്ദേഹം ചെയ്തത് ATKയിൽ ചേരുക ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെല്ലാം 15-16 വയസ്സിലും 2 സീസൺ ഐ ലീഗിൽ ഗെയിം ടൈം കിട്ടി കളിച്ചു. അതുമാത്രമല്ല, അവർക്ക് വിദേശ ടൂർണമെൻറ്റുകളിൽ കളിക്കാനും കഴിഞ്ഞു, വിദേശ രാജ്യങ്ങളിലെ ടീമുകളോട്ട് കളിക്കാൻ കഴിഞ്ഞു. എന്നാൽ കോമൽ തട്ടാലിന് ആകെ ഒരു സീസൺ മാത്രമേ ATKയിൽ ISL കളിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീടുള്ള സീസണുകളിൽ പലപ്പോഴും ബെഞ്ചിലും ആയിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ബെഞ്ചിൽ പോലും ഇല്ലാത്ത സമയമുണ്ടായിരുന്നു. അദ്ദേഹം 3-4 വർഷം ATKയിൽ നിന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് ജംഷഡ്പൂരിൽ ചേർന്നു. ജംഷഡ്പൂരിൽ അദ്ദേഹം ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും പരിക്ക് അദ്ദേഹത്തിന് വില്ലനായി വന്നു. അവസാനം ഇപ്പോൾ ഗോകുലം കേരളയിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോകുലം കേരളയിലും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് വേണ്ടിയുള്ള ആ സ്ഥാനം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ഒരു തിരിച്ചുവരവിനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സീസണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് ആശംസിക്കാം, അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നുള്ളത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടെക്നിക്കാലിറ്റി ആൻഡ് സ്കിൽഫുള്ളായിട്ടൊരു കളിക്കാരനാണ് കോമൽ തട്ടാൽ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രതിഭയുണ്ടെങ്കിൽ നിങ്ങളെ തേടി ഒരുപാട് പേർ പണക്കിലുക്കവുമായിട്ട് വരും. അവിടെ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഏതാണോ നിങ്ങളത് ചൂസ് ചെയ്യുന്നത്, അതായിരിക്കും നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുക എന്നുള്ളത്. പണമാണ് വേണ്ടതെങ്കിൽ പണം വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു 16-17 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഗെയിം ടൈമാണ്. ആ സമയത്ത് പണവും മേടിച്ച് ബെഞ്ചിലിരിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഗെയിം ടൈം കിട്ടി കളിച്ച്, കുറഞ്ഞ പൈസയ്ക്കാണെങ്കിലും എവിടെയെങ്കിലും പോയി കളിച്ച് തങ്ങളുടെ ഫുട്ബോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിലോട്ട് ഉയരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പണം മേടിച്ചൊരു ബെഞ്ചിലിരുന്ന് നിങ്ങളുടെ കഴിവുകളെയെല്ലാം ഇല്ലായ്മ ചെയ്യാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോമൽ തട്ടാൽ.